ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്ന്. ഇന്ന് ലൈവിനൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന ലൈവൊക്കെ ഒരു മാസമാകുമ്പോൾ അത് പോവുക എന്താവും അത്. പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ നാള് ലാസ്റ്റിലൊക്കെ കളിക്കാൻ പോയ ഷട്ടിൽ കളിക്കാം. ഞാൻ മെയിനായിട്ട് വീഡിയോ ഇടുന്നത് എനിക്കിതൊരു ഓർമ്മകളായിട്ട് പിന്നീട് നമ്മളെ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് പോകണം. എന്തെങ്കിലും അത് ചെയ്യണം, എന്തെങ്കിലും ഉണ്ടാവും അതിൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പം ഞാൻ ഇന്നിപ്പോൾ അതല്ല, ഇന്നിപ്പോൾ ഇവിടെ പെരുന്നാളും കൂടെ എത്തിയില്ല, നാളെയാണ്. അപ്പോൾ എന്നാലും മുടക്കാണ്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ബോറടിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സംസാരിക്കാമെന്ന് പറയുമ്പോൾ ലൈവ് അല്ല, എന്നാലും ലൈവിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യാം. പക്ഷേ ലൈവിൽ ആരും വരില്ലൊന്നുമില്ല ഞാൻ ചെയ്യുമ്പോഴും. ആരെങ്കിലും പിന്നെ ഇപ്പം തൊട്ടാ അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്താ പറയാൻ വന്നതൊന്നുമല്ല. നമ്മളിപ്പോൾ 1-2 ദിവസമായിട്ട് ഇങ്ങനെ ഒരാഴ്ചയായിട്ട് ലൈവൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ പേരെ വിചാരം എന്താണ്, ഇപ്പം വാറും കാര്യങ്ങളൊക്കെ നടക്കണല്ലേ. അപ്പോൾ നമുക്ക് പ്രാണവേദന, എനിക്ക് വീണവായന എന്ന് പറഞ്ഞ പോലത്തെ ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ, വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ലൈവൊക്കെ അടിച്ചു ആർക്കാ വിഷമില്ലാത്തത് പോയി. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ വിഷമങ്ങൾ പറഞ്ഞ് ചടപ്പിച്ചിട്ട് എന്താ കാര്യം. എന്തൊക്കെ കഴിഞ്ഞു കൂട്ടണം പറഞ്ഞില്ലേ നമ്മളെ, പറഞ്ഞിട്ടുണ്ട് മുന്നേ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം നമ്മളെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് കഴിഞ്ഞ് ആ ഉണ്ണിക്ക്, വൈഫിന് ചെറിയത് ഇപ്പോൾ നാളെ അടുത്ത കൊല്ലത്തേക്ക് 1 വർഷമാവും. 3 കിലോ ആയിട്ടുള്ളൂ. ജനിക്കുന്ന കുട്ടികളെ വെയിറ്റ് ഇപ്പോഴും ആയിട്ടുള്ളൂ. കാരണം 600 ഗ്രാമിൽ ജനിച്ച കുട്ടീന് അതിന് വരെ ചിക്കൻ ബോക്സ് വന്നു. എന്നിട്ട് എന്താണ്, ഹോസ്പിറ്റലുകാർ പോലും എടുത്തില്ല. അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വൈഫിന് അത് കിട്ടിയത്. എന്നിട്ട് പിന്നെ ചിക്കൻ ബോക്സ് വന്നപ്പോൾ അവർക്ക് എടുക്കാനും പറ്റില്ല. പറഞ്ഞിട്ട് അല്ല, അവിടെ കുട്ടികൾ വേറെ ഉള്ളതൊക്കെ അല്ലേ. നമുക്ക് അല്ല പറയണം. അപ്പം അങ്ങനത്തെ അവസ്ഥകളിലൂടെ ഒക്കെ നമ്മളിങ്ങനെ നേരും. പിന്നെ ഡെയിലി ഇപ്പോഴും അവിടെ ഇപ്പം ഇന്നും പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മളതും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്നുവെച്ചാൽ എന്തായാലും മരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്നും കൊണ്ടുപോകാൻ പോകണില്ല, ഒരു ഇതും ഉണ്ടാകാൻ പോകില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ 37 വയസ്സാവണം. പകുതി ജീവിതത്തിൽ കൂടുതൽ കഴിഞ്ഞു. ഇനി എന്തായാലും ഒരു 10-20 കൊല്ലം കിട്ടിയാൽ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ മാക്സിമം. അപ്പം ഈ ടെൻഷൻ അടിച്ച് വെറുതെ ടെൻഷൻ വരും, പറയാൻ എളുപ്പമാണ്. എന്നാലും ടെൻഷൻ അടിച്ച് നമ്മൾ വെറുതെ ഇതടിച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ചൊക്കെ ലൈഫ് എൻജോയ് ചെയ്യുക. പറയാൻ എളുപ്പമാണ്, എനിക്കും പറ്റിക്കൊള്ളുന്നില്ല. എന്നാലും എന്നെ കൊണ്ടായത് ഞാൻ പറയണു. എല്ലാ ആൾക്കാരും വന്ന് മോട്ടിവേഷൻ സ്പീച്ച് ചെയ്യണേക്കാളും നമ്മളിൽ പെട്ടവർ നമ്മളോട് പറയുമ്പോൾ അവന് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് പറ്റൂല എന്ന് ചിന്തിച്ചിട്ടെങ്കിലും 4 ആൾക്ക് മാറാൻ പറ്റിയാൽ മാറട്ടെ, ഒരു ഉപകാരം ആവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രശ്നങ്ങൾ ഇനി വന്നുകൊണ്ടിരിക്കും. വരുന്നുണ്ട്, വരാനുണ്ട്, വന്നതുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞ്, വരാനുള്ളത് നേരിടാം, വന്നുകൊണ്ടിരിക്കണത് നേരിടാം. അപ്പം അതും ഇങ്ങനെ ആലോചിച്ച് നമ്മ അതിനെക്കുറിച്ച് വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ഞാൻ കുറേ പഠിച്ച്. നമ്മളും എല്ലാം ഇപ്പം പെർഫെക്റ്റ് ഒന്നല്ല. ഞാൻ നാളെ ഡൗൺ ആവും. പക്ഷെ ഡൗൺ ആവാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നു. മാക്സിമം ഇതുപോലൊക്കെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിട്ടിരുന്നാലേ ഈ കുറേ ഉള്ള ഈ വിഷമം, പക, അങ്ങനെയുള്ളതൊക്കെ കുറേ കുറഞ്ഞു കിട്ടും. അപ്പം ഞാൻ എൻ്റെ ഒരു റിലാക്സേഷൻ എനിക്കിതുമ്മ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനത് മാക്സിമം അങ്ങനെ ആവാം. അപ്പം അതുപോലെ ആവാൻ പറ്റണവരും മാക്സിമം അത് കണ്ടിട്ട് ആരെങ്കിലും ഒരു മോട്ടിവേഷനായി ഞാൻ എൻ്റെ വിഷമങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ, അത് കുറേയൊക്കെ വിഷമം ഉണ്ടാവും, എന്നാലും അതിനൊക്കെ ഇങ്ങനെ ഒന്ന് മറ്റേ ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ, നമ്മൾ ഒരു തമാശ കേട്ട് കഴിഞ്ഞാൽ രണ്ടാമത് കേട്ട് കഴിഞ്ഞാൽ അത് ചിരിക്കൂല. എന്നാൽ രണ്ടാമതും ചിലപ്പോൾ ചിരിക്കും, മൂന്നാമത് നാലാമത് നമ്മൾ ചിരിക്കൂല. പക്ഷെ ഈ പറഞ്ഞ നമ്മൾ വിഷമം ഇത് തന്നെ ഒരു കാര്യം തന്നെ ആലോചിച്ച് നമ്മൾ വീണ്ടും വിഷമിച്ച് അത് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്. എന്തായാലും ഒരു ദിവസം മരിച്ചു, ഒന്നും ബാക്കിയാവൂല, അമ്മ പോവും. അപ്പം അതുവരെയുള്ള ജീവിതം എൻജോയ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. മാക്സിമം നോക്കും. അത് നിങ്ങൾക്കും പറ്റണവരത് ഇതാക്കുക. പിന്നെ പ്രശ്നങ്ങൾ അവിടെ ഇല്ലാത്തത്, ഇപ്പം ഞാനിപ്പോൾ താമസിക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമാണ് ഇത് എന്ന് പറയണത്, ഒരു ഐഫോൺ 1.5 ലക്ഷം ഉറുപ്പ്യ കൊടുത്ത് മേടിച്ചിട്ടും അതിന് ഉള്ള ഗുണമാണ് ഈ പറയുന്നത്. ക്യാമറയുടെ ബാക്ക് എടുക്കാൻ പറ്റൂല. ഇനി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഓപ്ഷൻ. ഇതണ്ട ബാക്കിൽ ഞാൻ കിടക്കണതിൻ്റെ ബാക്കിലുള്ള വീടിൻ്റെ അവസ്ഥ, റൂമിൻ്റെ ഇവിടെ ഭൂമി ഉൽക്കണേ ഇടക്കിടക്ക്. ഇന്തോനേഷ്യ അല്ലാണെന്ന് അറിയാലോ, ഇന്തോനേഷ്യയിലെ അവസ്ഥയാണിത്. അതുപോലെ കണ്ട, ഇതിപ്പോൾ പരാതി പറയണ അൽഹംദുലില്ലാ സ്വന്തമായിട്ട് വീട്, റൂമോ, സൗകര്യങ്ങൾ, AC, ഫാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. പക്ഷെ പറയണ് ഇവിടെ ഇങ്ങനെ കുലുങ്ങുമ്പോൾ പുറത്തേക്ക് ഓടും. അപ്പോൾ ഇത് പിന്നെ യൂസ്ഡായി വന്ന സമയത്തൊക്കെ ഒരു ഇതായിരുന്നു. പിന്നെന്താ, ജീവിക്കാൻ ഓരോ സ്ഥലത്ത് എല്ലായിടത്തും ഓരോ പ്രശ്നങ്ങളാണ്.
അപ്പൊ അതാക്കിയിട്ടൊന്നും കാര്യമില്ല. വരാനുള്ളത് എവിടെയായാലും വരും. വരുന്നത് കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞല്ല. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ 2020 സമയത്ത് കൊറോണ വന്ന് ഡെങ്കിപ്പനിയും കൊറോണ കൂടി വന്നു. പിന്നെയാണ് ഞാൻ അറിയണത് നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനെ ഡോക്ടറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ റിപ്പോർട്ട്. അപ്പൊ ഞാനിത് റിക്കവർ ആയപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. അതിനുശേഷം ഞാൻ പിന്നെ കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എൻജോയ് ചെയ്യാനും പറ്റില്ലാന്നേ, അതാണ് കഷ്ടം. ഈ കുശുമ്പന്മാര്, ഈ പറഞ്ഞ ആൾക്കാരെ ഈ കണ്ണ് എനിക്കറിയില്ല ഇതുണ്ടോ ഇല്ലെന്ന്, അത് തട്ടും നമുക്ക്. ഞാൻ കുറെ നാൾ അങ്ങനെ വൈഫിന്റെ ഫോട്ടോ വീഡിയോ ഒന്നും ഇടലില്ല. ഈ പറഞ്ഞ പോലെ ഫോൺ വരും. അപ്പൊ എന്താ പറയാൻ വന്ന്, ഇത് അങ്ങനെ ഒരു പരിപാടി. അപ്പൊ ഞാൻ പിന്നെ ഇപ്പൊ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇടലില്ല. അങ്ങനെ ഒരു ഭാഗം അങ്ങനെ കുശുമ്പ് കാണിക്കാനും തട്ടണേ തട്ടട്ടെ, അല്ലാണ്ട് ഇപ്പം തൊട്ട പറയാ. പറഞ്ഞോന്നാ അങ്ങനെ ഞാൻ കുറച്ച് ജീവിതമൊക്കെ ഒന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്തൊക്കെ വന്നതാ. അപ്പൊ ഇങ്ങനെ കുറെ പണികൾ 2025 അറിയാല്ല, കുറെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് പറഞ്ഞു ചടപ്പിക്കണില്ല. എന്തായാലും നേരിടാൻ തന്നെ തീരുമാനിച്ചേക്കണ്. എന്നോടത്ത് വെച്ച് കാണാം. പിന്നെ കുറെയൊക്കെ ഒന്ന് റിലാക്സ് ആവാ, ഈ ഒരു ഇതൊക്കെ നിർത്താം. പിന്നെ നമ്മളെ മെക്കെട്ടിക്ക് വന്നാലും ഈ പറഞ്ഞ പോലെ ചൊറിയാൻ വന്നാലും മാന്തും, അത് ഉറപ്പാണ്. അതിന് പിന്നെ നമ്മ പറഞ്ഞ പോലെ മരിക്കണം. അത്രക്ക് പുണ്യാത്മാവൊന്നും ആയിട്ടില്ല ഇൻഷാ അള്ളാ. അപ്പൊ ഈ പറഞ്ഞ പോലെ മാക്സിമം ശ്രമിക്കും നല്ലോണൊക്കെ ആയിട്ടും മാക്സിമം റിലാക്സ് ആയിട്ട് ജീവിക്കാൻ. അപ്പൊ എല്ലാരും അതിനൊക്കെ ഒന്ന് ശ്രമിക്കുക. അങ്ങനെ അതൊരു ഇങ്ങനെ ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നതാണ്. അപ്പൊ അത് കണ്ട് ആരെങ്കിൽക്കൊക്കെ ഒരു ഇതാവണമെങ്കിൽ അവനവന്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ചൊക്കെ ജീവിതം ആസ്വദിച്ച്, ഓരോരുത്തർക്കും ഓരോ ലെവലുള്ള ഓരോരുത്തരുടെ ഇൻട്രസ്റ്റുകൾ ഉണ്ട്. ആ ലെവലിൽ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ വലിച്ച് പറഞ്ഞു നീട്ടണില്ല, വരും. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഇങ്ങനെ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക്സ്, ബൈ.